എന്നെ സംബന്ധിച്ച് ഞാൻ ജീവിക്കുന്ന കാലത്തോ സംവദിക്കാനുള്ള എൻ്റെ ഒരു മാർഗമായാണ് ഞാൻ കവിതയെ കാണുന്നത്. എന്നെ സംബന്ധിച്ച് അതൊരു എൻ്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഷയാണ് കവിത എന്നുള്ളത്. ഞാൻ എൻ്റെ രാഷ്ട്രീയം പറയുന്നത് കവിതയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ രാമമാഷ് പറഞ്ഞതുപോലെ ഈ രാമമാഷിൻ്റെ തന്നെ ഒരു കവിതയുണ്ട്, ആവിഷ്കരിക്കാൻ കഴിയാത്തവൻ്റെ ദുഃഖത്തിൽ ഒരു കവിതയുണ്ട്. അതുപോലെ ആവിഷ്കരിക്കാൻ കഴിയാത്ത ഒരവസ്ഥ വരുമ്പോഴാണ് അതിനനുയോജ്യമായ ഒരു ഭാഷ തേടുന്നതെന്നുള്ളതാണ് മാഷ് തന്നെ സൂചിപ്പിച്ചത്. മാഷിൻ്റെ കാലത്തുള്ള ഒരു അതിവൈകാരികമായ അതിനാടകീയമായ ഒരു ഭാഷയിൽ നിന്ന് മാഷിന് എഴുതാൻ അനുയോജ്യമായ ഒരു ഭാഷയിലേക്കുള്ള മാഷിൻ്റെ ഒരു അന്വേഷണം അവിടെ നടക്കുന്നുണ്ട്. ഈ ഒരു കാലത്ത് അങ്ങനെ ഒരു പുതിയ ഭാഷ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതിനൊരു പ്രത്യേകമായ ഒരു ആവശ്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. നിലവിൽ നമുക്ക് ആവിഷ്കരിക്കാൻ കഴിയുന്ന നമ്മുടെ രാഷ്ട്രീയ വ്യവഹാരങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ എഴുത്തിനെ ആവിഷ്കരിക്കാൻ കഴിയുന്ന ഒരു ഭാഷ പൊതുവിൽ രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. ആ ഭാഷയെ കൃത്യമായി പ്രയോഗിക്കാൻ കഴിയുക എന്നുള്ളതാണ്, അതിൻ്റെ ആഖ്യാനത്തിൽ അതിനെ കൃത്യമായി കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളതാണ്